കുറ്റ്യാടി ചുരത്തിൽ വാഹനാപകടം. ആന്ധ്രയിൽ നിന്നും ലോഡുമായി എത്തിയ പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. ചുരം ഇറങ്ങവേ നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാൻ KSRTC ബസിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. AK ലതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലതീഷ്, അപകടത്തിന്റെ വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ. ആര്യ, ഇന്ന് പുലർച്ചെയാണ് ആന്ധ്രയിൽ നിന്നും കോഴിക്കോട്ടേക്ക് നാരങ്ങ കയറ്റി വരികയായിരുന്ന പിക്കപ്പ് വാൻ അപകടത്തിൽപ്പെട്ടത്. ചുരം ഇറങ്ങി വരവേ നിയന്ത്രണം വിട്ട ഈ പിക്കപ്പ് വാൻ KSRTC ബസിന്റെ പിന്നിൽ ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത്. പിക്കപ്പ് വാന്റെ ഡ്രൈവർ ആന്ധ്ര സ്വദേശി രാവുള്ളപള്ളി 30-കാരനെ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. താമരശ്ശേരി ചുരം വഴി ഉള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച സാഹചര്യത്തിൽ കുറ്റ്യാടി ചുരത്തിലൂടെയാണ് വാഹനങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പ്രധാനമായും ഇതുവഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. താമരശ്ശേരിയിൽ നിന്നും വയനാട്ടിൽ നിന്നും ചുരം ഇറങ്ങി വരുന്ന കോഴിക്കോട്ടേക്കുള്ള വാഹനങ്ങളും കുറ്റ്യാടി ചുരമാണ് ആശ്രയിക്കുന്നത്. താമരശ്ശേരി ചുരത്തിന്റെ അത്ര വീതിയുള്ള അല്ലെങ്കിൽ സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ചുരമല്ല കുറ്റ്യാടി ചുരം. അതുകൊണ്ട് തന്നെ മേലെ പൂതമ്പാറ മേഖലയിൽ ഈ അപകടം ഉണ്ടായ ശേഷം ചെറിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. റോഡ് ബ്ലോക്കായി നിൽക്കുന്ന സാഹചര്യമില്ല. എങ്കിൽ പോലും കൂടുതൽ വാഹനങ്ങൾ എത്തുകയും കുറ്റ്യാടി ചുരത്തിന്റെ വീതി കുറവും കാരണം ഈ അപകടത്തെ തുടർന്ന് ചെറിയ ഗതാഗത കുരുക്ക് ഈ മേഖലയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ആര്യ, ഈ മറ്റാർക്കും പരുക്കുകളില്ല എന്നല്ലേ മനസ്സിലാക്കുന്നത്? ഈ ഡ്രൈവറുടെ പരുക്കുകൾ നിസ്സാരമാണോ? ഡ്രൈവർക്ക് മാത്രമാണ് പരിക്കുള്ളത്. ഡ്രൈവർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ KSRTC ബസ്സിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. അങ്ങനെ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതിലേക്കാണ് ഡ്രൈവറെ പ്രാഥമിക ചികിത്സയ്ക്ക് തൊട്ടിൽപ്പാലത്തെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയത്. ആര്യ, ശരി. AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.